നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കെങ്കിലും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കെങ്കിലും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സെക്കൻഡറാബാദിൽ വന്ന് ആദ്യത്തെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ, അത് ശനിയാഴ്ച വൈകുന്നേരം ഒരു പ്രയർ മീറ്റിംഗ് ആയിരുന്നു. അതിൽ പങ്കെടുത്തപ്പോൾ അന്ന് ശുശ്രൂഷിച്ച ഒരു വേദഭാഗമാണ് ഇന്ന് വചന ശുശ്രൂഷ ചെയ്യാൻ കർത്താവിൻ്റെ ഉള്ളിൽ വളരെ പ്രേരണ തരുന്നത്. അത് കേട്ട ചില സഹോദരങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ അതുകൊണ്ട് അത് അന്ന് കേട്ടതല്ലേ എന്ന് ചിന്തിക്കേണ്ട. കർത്താവ് അങ്ങനെ ഒരു പ്രേരണ തരുന്നത് കൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആ വേദഭാഗം എടുക്കുകയാണ്. I'd like to share from the portion that I shared last time when I landed here in Secunderabad for the first time and attended the prayer meeting on Saturday. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ജോൺസൺ ബ്രദർ നല്ലോണം ഓർത്തിരിക്കുമെന്ന് എനിക്കറിയാം. അതുപോലെ പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നിന്നാണ് ചില വേദഭാഗങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാമെന്ന് താല്പര്യപ്പെടുന്നത്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. Shall we go down to Genesis chapter 22? ഞാൻ മലയാളത്തിൽ ഒന്ന് വായിക്കാം. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്ന്. Verse 1, and it came to pass after these things that God did tempt Abraham. ഈ സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിപ്പിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കണേ, ഈ പരീക്ഷ എന്തിനുള്ളതാണ്? Those who are teaching in school or those who are in schools, they might be knowing what this exams for. എന്റെ സമയം നിങ്ങൾ കളയരുത്. നിങ്ങൾ മറുപടി പറയുന്നതോർത്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. പരീക്ഷ എന്തിനുള്ളതാണ്? ആ അധ്യാപകൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഈ വിദ്യാർത്ഥി പഠിച്ചോ എന്ന് അറിയുന്നതിനാണ് പരീക്ഷ. The exam is mainly conducted because to understand what the teacher taught that student is able to understand and provide those information in the exam. ഒരു കൊല്ലക്കാലം ആ കുട്ടിയെ ആ അധ്യാപകൻ പഠിപ്പിച്ചിട്ട് ആ പഠിപ്പിച്ച കാര്യങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിലെ നോട്ട് ബുക്കിലൊക്കെ പഠിച്ചോ എന്ന് മനസ്സിലാക്കുന്നതിനാണ് പരീക്ഷ വെച്ചിരിക്കുന്നത്. This exam is mainly conducted because for the entire whole year whether the student was able to grasp what the teacher said taught him. ചില കുട്ടികൾക്ക് പരീക്ഷ അടുക്കുമ്പോഴത്തേക്ക് ഒരു വെപ്രാളമാകും. Some of the students they will feel very nervous when the time of exam comes. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് എന്റെ പൊന്നേ ഈ പരീക്ഷ ഒന്ന് തീർന്നാ മതിയായിരുന്നു.
Especially those who are studying for the board exams, they tend to be like this. ചില പിള്ളേർക്ക് ശബ്ദി ഉണ്ടാകുന്നു, തലകറക്കം ഉണ്ടാകുന്നു, പനി പിടിക്കുന്നു, ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ പരീക്ഷ എടുക്കുമ്പോൾ ഉണ്ടാകാറുണ്ട്. For some of the other students, when the exams comes near, they also feel very nervous, feel fever and headache and stuff. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷയ്ക്ക് ഇരുത്തിയിരിക്കുകയായിരുന്നു. And we read here after these things that God did tempt Abraham. മുമ്പിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. Due to the paucity of time, in the beginning there's a couple of things mentioned here. രണ്ടാം വാക്യത്തിൽ തന്നെ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു. So that part of the verse 1, and said unto him Abraham, and he said, behold, here I am. അപ്പൊ ഈ വിളി എന്തോ വിളിയാണ്? Which is this calling? ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണത്, അബ്രഹാമേ എന്ന് വിളി. We see here the first question mentioned is that it's calling Abraham. ആ പരീക്ഷ പേപ്പറിലെ ആദ്യത്തെ ചോദ്യമാണ് അബ്രഹാമേ എന്നുള്ള വിളി. In that exam, the first question is this, the calling of Abraham. അതിന്റെ ഉത്തരം കൃത്യമായ നിലയിൽ അബ്രഹാം എഴുതി, ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു. The response of the answer he has given it confirmatory saying, behold, here I am. ആദ്യത്തെ ഉത്തരം എഴുതി. അതിന് മിക്കവാറും നല്ല മാർക്കും, അല്ലെങ്കിൽ ആ ആൻസർ എഴുതുമ്പോൾ എത്ര മാർക്ക് കിട്ടും അത് തികച്ചും കിട്ടിയിട്ടുണ്ടാവും. He might have received the full mark for the first. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇച്ചിരി കട്ടിയുള്ളതാ. Second question is related. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ ഹോമയാഗം കഴിക്കുക. He is saying, he said, take now thy son, thy only son Isaac, whom thou lovest, and get thee into the land of Moriah, and offer him there for a burnt offering upon one of these mountains which I will tell thee of. ഏതെങ്കിലും പിള്ളേരെ കൊണ്ട് ഹോമയാഗം അർപ്പിച്ചാൽ പോരാ. It's not saying that you should sacrifice any of the children. എന്തിനെങ്കിലും കൊണ്ട് അർപ്പിച്ചാൽ പോരാ. With anything. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ അർപ്പിക്കണം. You should sacrifice thy only son Isaac, whom thou lovest. മറ്റൊന്ന്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ ഹോമയാഗം അർപ്പിക്കണം. He is saying that get into the land of Moriah. ഞാൻ പോയിട്ടില്ല, എന്നാലും പോയിട്ടുള്ള ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒത്തിരി മൊട്ടക്കുന്നുകളുണ്ട് ഈ മോറിയ പ്രദേശത്ത്. Many of the ones who traveled over there, they say that there are many mountains. സെക്കൻഡറാബാദിൽ ഒരു മൊട്ടക്കുന്നുണ്ട്. There are mountains here as well in Secunderabad. ഹൈദരാബാദിൽ ഇവിടെ ഒന്നും മൊട്ടക്കുന്നില്ല, ഞാൻ എന്റെ ഒരു ആലങ്കാരിക ഭാഷയിൽ പറയുക. ഹൈദരാബാദിൽ ഒരു മൊട്ടക്കുന്നുണ്ട്. Maybe here in Hyderabad also we have mountains. കച്ചുകുടിയിൽ ഒരു മൊട്ടക്കുന്നുണ്ട്. Maybe in Kachiguda also they have. ഹൈദരാബാദിൽ തന്നെ പല മൊട്ടക്കുന്നുമുണ്ട്. In Hyderabad also there could be many mountains. ഞങ്ങളുടെ പേരാവിൽ ഒരു ആരാധനയുണ്ട്. We have a service in there. കണിച്ചാർ ഒരു ആരാധനയുണ്ട്. Also we have this. ഇരിട്ടിയിൽ ഒരു ആരാധനയുണ്ട്. Iriti also we have. ജോൺസൺ ബ്രദർ പറഞ്ഞു ഇരിട്ടി ഉളിക്കലില്ല അവിടെ ഒരു മൊട്ടക്കുന്നുണ്ട്. There is another mountain there back in. പക്ഷെ ബേബിച്ചനോട് ദൈവമായ കർത്താവ് പറയുകയാ, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഏത് മലയാണോ ആ മലയിൽ തന്നെ എന്ത് ചെയ്യണം. ക്ലിയർ ആയോ? മനസ്സിലായില്ല? എന്നോട് ദൈവം എവിടെ ആരാധന കഴിക്കണമെന്ന് പറയുന്നു അവിടെ തന്നെ എന്ത് ചെയ്യണം, ആരാധന അർപ്പിക്കണം. You should sacrifice upon the mountain which I will tell thee of. മുൻപോട്ട് പോകട്ടെ. Let's go further. അബ്രഹാം അധികാലത്ത് 3-ാം വാക്യം. Verse 3. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി. And Abraham rose up early in the morning and saddled his ass. എപ്പോഴാ എഴുന്നേറ്റ്? When did he got up? നമ്മുടെയൊക്കെ അധികാരത്തെ എപ്പോഴാ? When is normally our morning? ഞാൻ പണ്ട് കത്തോലിക്കലായിരുന്നു. ഈ കോട്ട ധ്യാന കേന്ദ്രത്തിലൊക്കെ പോയിട്ട് വല്ലപ്പോഴും വീട്ടിൽ വരുള്ളൂ. അമ്മയോട് പറയും എന്നെ അതിരാവിലെ ഒരു 11 മണിയാകും വിളിച്ചേക്കണേ എന്ന് പറയും. Back when I was in the denomination camp in Bangalore, I used to tell my mom, you call me up in the morning when it's 11 a.m. എന്റെ അതിരാവിലെ എത്ര മണിക്കാ? It was my early morning. 11 മണിക്ക്. 11. നമ്മുടെയൊക്കെ അതിരാവിലെ എത്ര മണിക്കാ? When it's our early mornings. അത് ഓരോരുത്തരും ചിന്തിച്ചു ഞാൻ വിടുവാ. I
I'll leave it to you. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി. We see very here, Abraham rose up early in the morning and saddled his ass. അത് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടുന്നത്. What does it mean by saddling his ass? ഈ കഴുത അബ്രഹാമിന്റെ നിയന്ത്രണത്തിൽ നിൽക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഇട്ട് കെട്ടണം. So that this ass to be controlled by Abraham, so this activity needs to be performed. കഴുതയെ കൊണ്ട് ഒരു കുഴപ്പവും ഇല്ലാത്തതാ. There's no harm with the ass or donkey. എന്തേലും ഭാരം വെച്ച് കൊടുത്താലും ചുമന്നുകൊണ്ട് പോവുള്ളൂ. It carries all the weights that are put upon him. മടുത്ത് കഴിയുമ്പോൾ എന്നൊരു ഒച്ചയൊക്കെ വെക്കുള്ളൂ. Small voice only he will respond. പക്ഷെ മടുത്ത് കഴിഞ്ഞപ്പോൾ നിൽക്കും. But he will stand if he is tired. എന്നാൽ നമ്മളൊന്ന് പിടിച്ച് വലിച്ചേക്കാന്ന് വെച്ചാൽ പുള്ളി എന്ത് ചെയ്യും? പുറകോട്ട് പിടിച്ച് നിൽക്കും. But if we just pull up the rope, then it will go back. എന്നാൽ പുറകിൽ നിന്ന് പിടിച്ച് തള്ളാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുറകോട്ട് കാലിട്ട് തൊഴിക്കുകയും ചെയ്യും. But if you try to push it from that behind us, then it will. എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിൽ ഈ കഴുത നിൽക്കില്ല. Basically, what I'm saying is that this ass is not controlled, cannot be controlled by our own control. പെടലിയേൽ എങ്ങേരം പുറത്ത് എങ്ങേരം ചുമട് വെച്ച് കൊടുത്താലും ചുമന്നോളും. How much weight you put on him, he will carry. പക്ഷെ തല പൊതിച്ച് നോക്കുക. But he will not raise his head. അതിങ്ങനെ കുനിഞ്ഞു കുനിഞ്ഞേ പോകുള്ളൂ. He will always bow his head. ഇവിടെ വാതിലുണ്ടെങ്കിൽ പുള്ളി ശ്രദ്ധിക്കുകയില്ല. If there is a door here, he will not. ചിലപ്പോൾ വാതിലില്ലാത്ത സ്ഥലത്തോടെ ചെന്ന് തല പോയിടിക്കും. Sometimes he goes and touches his head. പോകേണ്ടടത്തോടെ പോവുകയില്ല. He will not go to the way that it should be. പോകേണ്ടടത്തോടെ പോകാൻ അതിനൊരു ടെൻഡൻസി ഉണ്ട്. So usually it has a tendency to go to a place to that place where it should not. അതുകൊണ്ട് അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് ആദ്യം ചെയ്തത് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി. That's why we read here Abraham rose up early in the morning and saddled his ass. എന്ന് പറഞ്ഞാൽ എന്റെ കഴുതയാണ്, കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ ഈ കഴുത എന്റെ പരിധിക്ക് നിൽക്കണം, എന്റെ നിയന്ത്രണത്തിൽ നിൽക്കണം, എന്റെ അനുസരണത്തിൽ നിൽക്കണം. ചിലർക്ക് അതാണ് ഏറ്റവും വലിയ പ്രയാസം. Sometimes this is what we find difficult. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് ബാല്യക്കാർ രണ്ടുപേരെയും തന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തോണ്ട് പുറപ്പെട്ടു. പോയിന്റ്സ് ആയിട്ട് ഞാൻ പറയണം, നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ ചിന്തകൾ മനസ്സിൽ വന്നെങ്കിൽ അത് ഹൃദയത്തിൽ പിടിച്ചുകൊള്ളുക എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. തന്റെ മകൻ ഇസഹാക്കിനെ കൂട്ടി, രണ്ട് ചെറുപ്പക്കാരെ വേറെ കൂട്ടി, ഹോമയാഗത്തിനുള്ള വിറക് എടുത്തു, അതിന് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോവുകയാണ്. ഇന്ന് ഈ വിറക് കീറി എടുത്തുകൊണ്ട് പുറപ്പെടുന്നു. ഇപ്പൊ എല്ലായിടത്തും ഗ്യാസ് ആയതുകൊണ്ട് വിറകിന്റെ പരിപാടി ഇല്ലായിരിക്കും. Because then nowadays it's all using gas, but so there's no carrying the wood. എന്റെ ഭാര്യ ഇപ്പോഴും പറയും, ഇച്ചിരി വിറകുണ്ടെങ്കിൽ കഞ്ഞി വെച്ച് കുടിക്കാനൊരു സുഖമുള്ളൂ. അതുകൊണ്ട് വിറക് അടുപ്പേ വെച്ചാ എന്റെ ഭാര്യ ഇപ്പോഴും കഞ്ഞി വെക്കുന്നത്. My wife usually tells me that we are normally cooking rice with the wood only. നമ്മളൊക്കെ പണ്ട് വിറക് അടുപ്പ് വെച്ച് കഞ്ഞി വെച്ച് കറി വെച്ചൊക്കെ നമുക്ക് അങ്ങനെ ശീലമൊക്കെ പണ്ടുണ്ട്. Times we used to cook our food using wood. നനഞ്ഞ വിറകാണെന്ന് കൂട്ടാം. നമ്മൾ അത് എങ്ങനെയെങ്കിലും ഒക്കെ അടുപ്പിന്റെ മേലെ വെച്ച് ഉണക്കിയിടും. We used to heat and then put the wood back to be used. മുട്ടിയാണെങ്കിലോ വിറക് മുട്ടി, ഞാൻ ഇതൊക്കെ ഇവരോട് ആലോചിച്ചു കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വിറക് മുട്ടിയാണെങ്കിലോ അച്ഛായ ഒന്ന് കീറി തരാമോ എന്ന് ചോദിക്കൂലേ. ഈ വിറക് മുട്ടിയാണ് രണ്ട് കുഴപ്പമുണ്ട്. ഒന്ന് അടുപ്പി കയറുകയല്ല, രണ്ടാമത്തെ കാര്യം ഇത് പെട്ടെന്ന് കത്തുകയല്ല, ഒന്നും കൂടെ പറഞ്ഞാൽ ഇത് പുകഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഒന്ന് അടുപ്പി കയറുകയല്ല, രണ്ട് ഇത് പെട്ടെന്ന് കത്തുകയല്ല, മൂന്ന് ഇത് പുകഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ അടുപ്പിലേക്ക് നൂറാന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തിന് മൂക്കിൽ മുഴുവൻ ഉള്ള പുക മുഴുവൻ കയറുകയും ചെയ്യും.
blow, then it will face more. എന്നോട് ക്ഷമിക്കണം, എനിക്ക് പറയാൻ അതുകൊണ്ട് പറയും ഇതൊന്ന് കീറി തരാമോ എന്ന് ചോദിക്കും. So he's saying that if you can cut this wood. ആ കീറിയത് അടുപ്പിലേക്ക് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കത്തും. If it's cut up, then it will be easily burned. ചിലടത്തൊക്കെ കീറാതെ കൊണ്ടുവെക്കും. Some places we see that it will not cut and then it's placed like that. കാരണന്മാരുടെ ഒരു ഭാഷയുണ്ട്, പ്രായമുള്ളവരുടെ കീറാമുട്ടി. Special term for that. കേട്ടിട്ടില്ലേ നിങ്ങൾ? മിക്കവാറും സ്ഥലത്തൊക്കെ ഒരു കീറാമുട്ടി ഉണ്ടാവും അടുപ്പില്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എന്നോട് പടങ്ങൾ എനിക്കിവിടെ ആൾക്കാരെ ആരും വ്യക്തിപരമായി അറിയില്ല. ബ്രദർ മനഃപൂർവ്വം അത് എന്നെ കുറിച്ച് പറഞ്ഞതെന്ന് ആരും പറയരുത്, ഞാൻ ഒന്നും മിണ്ടാതെ അങ്ങ് പോകും. നമ്മൾ ആരും കീറാമുട്ടികളാകരുത്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യോവേൽ 2:13 അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ വസ്ത്രമല്ല നിങ്ങളുടെ ഹൃദയം അത്രേ കീറേണ്ടത്. യോവേൽ 2:13 ആരെങ്കിലും കിട്ടുന്നുണ്ടോ? നിങ്ങളുടെ വസ്ത്രമല്ല നിങ്ങളുടെ ഹൃദയം ഒന്ന് കീറണം. അപ്പൊ ഹൃദയത്തിന്റെ അഗാധ തലത്തിൽ ഒരു പരിശോധന നടത്തി നാം നമ്മെ തന്നെ ഒന്ന് കണ്ടെത്തി നമ്മുടെ ജീവിതത്തിലുള്ള കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഒന്ന് മനസ്സിലാക്കി അതൊക്കെ ഒന്ന് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഉപേക്ഷിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ആ ജീവിതം കർത്താവിന് പ്രസാദകരമായിരിക്കും. നമ്മുടെ ജീവിതം ഒന്ന് കീറി കീറി പരിശോധിച്ച് കണ്ടെത്തി തിരുത്തി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കഴിയണം. അബ്രഹാം വിറക് കീറി എടുത്തുകൊണ്ട് പുറപ്പെട്ടു. മുൻപോട്ട് പോട്ടെ. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ മോശെ ഇസ്രായേൽ ജനത്തോട് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. നിനക്ക് ബോധിച്ചിടത്തൊക്കെയും നിന്റെ ഹോമയാഗങ്ങൾ കഴിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുന്ന ഒരു വാണിംഗ്. We read there's a warning that's mentioned there. Take heed to thyself that thou offer not thy burnt offerings in every place that thou seest. ഇസ്രായേലെ നിങ്ങൾക്ക് ബോധിച്ച സ്ഥലത്ത് ഹോമയാഗം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. He's telling that the children of Israel they have a tendency to offer the burnt offerings to their own place. അബ്രഹാം ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് തന്നെ പോകുകയാണ്. We read here that Abraham is going to the specific place which God has told him. ഞാൻ ആദ്യം പറഞ്ഞ പല മലകൾ അവിടെയുണ്ട്. I said earlier that there are many mountains there. എന്നാൽ 3 ദിവസത്തെ യാത്ര നടന്നാ പോകുന്നത്. Because it's a 3 days journey. മടുത്തു. എന്നാ പിന്നെ ഇവിടെ അർപ്പിച്ചേക്കാന്ന് വെച്ചാൽ അത് നടക്കുകയില്ല. He could not say that it's I'm tired and I sacrifice here. ദൈവം എവിടെ കൽപ്പിക്കുന്നോ, ദൈവം എവിടെ തീരുമാനിച്ചിട്ടുണ്ടോ, ദൈവം എവിടെ അർപ്പിക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടോ അവിടെ അർപ്പിച്ചാലേ ദൈവപ്രസാദമാകുകയുള്ളൂ. God will only take cognizance of the sacrifice what God has commanded to him, to which place he should go. That's only he should go and offer the sacrifice. 4-ാം വാക്യത്തിൽ വായിക്കുന്ന 3-ാം ദിവസം അബ്രഹാം ദൂരത്തു നിന്ന് നോക്കി ആ സ്ഥലം കണ്ടു. We read in verse 4, then on the 3rd day Abraham lifted up his eyes and saw the place afar off. 3-ാം ദിവസം അവിടെ എത്തിയിട്ടില്ല, കണ്ടതേ ഉള്ളൂ. He did not yet reach there on the 3rd day, but he just saw that place. നമുക്കൊക്കെ മുട്ടിന് ആരാധന സ്ഥലം ഉണ്ടെങ്കിൽ എത്തുമ്പോൾ താമസിക്കും. Even though we have the worship service in our nearest place, but still we reach there. ഇവിടെ ആരെങ്കിലും ചില താമസിച്ചൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല, അങ്ങനെ പറഞ്ഞു പറയുന്നതല്ല. I'm not saying that everybody is not late here because of that. I'm not saying like this. 3-ാം ദിവസം വളരെ യാത്ര ചെയ്താണ് ആരാധന നടത്തുന്നത്. We see that after 3 days of journey, he is lifting up eyes and he is offering. 5-ാം വാക്യം, അബ്രഹാം ബാല്യക്കാരനും നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം.
verse 5. And Abraham said unto his young men, Abide ye here with the ants and I, and the lad will go yonder and worship and come again to you. നിങ്ങൾ കഴുതയുമായി ഈ താഴെ ഇരിക്കും, ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം. He's saying to his men there, Abide ye here with the ants and I, and the lad will go yonder and worship and come back. എന്തിനാ അബ്രഹാമല്ലേ ഇവരെ കൂട്ടിക്കൊണ്ട് പോയത്? Why did Abraham do this young man? ഞാനൊക്കെയാണ് എന്തിയേറെ പാടുപെട്ട രണ്ടെണ്ണത്തിന് ഒന്ന് ആരാധനയ്ക്ക് കൊണ്ടുവരാത്തോ അല്ലേ? അല്ലേ നമ്മളതിന് പറയോ അവിടെ അവിടെ ഇന്നോട്ടെ ഞങ്ങൾ ആരാധനയ്ക്ക് വരാന്ന് പറയോ? Usually if we take our kids, we normally take them also along with the worship, not saying that we should go sit there and I'll go and worship. എന്റെ മുന്നോ ഒരെണ്ണത്തിനോട് സുവിശേഷം പറഞ്ഞാൽ അതിന് മനസ്സിൽ കയറുകയാണ്. I mean, if we ask if we preach gospel to a person, it may not go inside his mind. ഇനി എങ്ങനെയെങ്കിലും പറഞ്ഞ് അതിനെ പൊത്തോരുത്തം മനസ്സിലാക്കി എന്നാ പിന്നെ മീറ്റിംഗിൽ കൂട്ടിക്കൊണ്ട് പോകാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നു വെച്ചാൽ നിങ്ങൾ അവിടെ ഇരുന്നോ ഞാൻ പോയേച്ച് വരാമെന്ന് പറഞ്ഞാൽ അവർ പറയും ഇതിയാണ് നല്ല പോയിട്ട്. So we should not say that we should always take along the brother who preach gospel to him. Should also come and worship along with us. വലിയ കാര്യമൊക്കെ പറഞ്ഞ് ഇവിടെ വരെ കൂട്ടിക്കൊണ്ട് പോകാൻ ഞങ്ങളെ വഴിയിരുത്താനാണോ കൊണ്ടുവന്ന് ചോദിക്കും. Otherwise he will have questions to us. എന്താ അങ്ങനെ അബ്രഹാം പറയാൻ കാരണം? Why did Abraham say so? ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം, നിങ്ങൾ ഇവിടെ ഇരിക്കുമെന്ന് പറയുന്നത് നിങ്ങളുടെ ആരാധന, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിക്കുമെന്നാ. നിങ്ങളുടെ ആരാധനയും കഴുതയുടെ ആരാധനയും ദൈവത്തിന് വേണ്ടതല്ല ഒരുപോലെ ആയിരിക്കുന്നത്. So he is saying that I and the lad will go yonder and worship and come again to you. Use right here with the ass. അബ്രഹാമിനോടും തന്റെ മകനോടുമാണ് അല്ലെങ്കിൽ തന്റെ മകനെ ആരാധന അർപ്പിക്കുവാൻ യാഗം അർപ്പിക്കുവാനാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യം അവിടെയില്ല, നിങ്ങളുടെ ആരാധനയല്ല ദൈവം അവിടെ സ്വീകരിക്കുന്നത്. God is commanded to accept the worship of the offerings of Abraham and Isaac, not the offerings of the young men and the ഒന്നുകൂടെ കടത്തി പറഞ്ഞ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയായി അംഗങ്ങളായിരിക്കുന്നവരുടെ ആരാധന മതി ദൈവത്തിന്. In summary, God is only accepting the worship service those who are saved and come to the saving knowledge of Christ and worshiping in spirit and truth. ലോകക്കാരുടെ ആരാധന ദൈവത്തിന് വേണ്ടെന്ന്. God doesn't need the offerings of sacrifice from the. ദൈവത്തെ സ്നേഹിച്ച് സേവിച്ച് മാനിച്ച് കർത്താവിനെ വിശ്വസിച്ച് അംഗീകരിച്ചിരിക്കുന്ന ദൈവമക്കളുടെ ആരാധന മാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ എന്ന് അന്ന് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് മനസ്സിലാക്കി. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയ ഈ ആരാധന നടക്കുകയില്ല. We see that those who are blood bought and who God is loving them, and then those who are the person who should come and worship the Lord is what also we see here like Abraham. എന്നാൽ ഇവിടെ വരെ ഇവരെ കൊണ്ടുവന്നല്ലേ, അവരെ ആരാധനയ്ക്ക് അവരെ കൂടെ കൊണ്ട യാഗവും ഇവിടെ ആരാധന എന്നുകൂടെ എഴുതിയിട്ടുണ്ട്. അതും കൂടെ ഞാൻ അങ്ങനെ പറയുന്നത്, ഇവരെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി ആരാധനയ്ക്ക് അവിടെ കൊണ്ടുപോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഈ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തേക്ക് പോയി കിടക്കുമ്പോൾ ഈ ചെറുപ്പക്കാരെ കൂടെ കൊണ്ടുപോകും. So he's not taking the other people, the men along with him to offer the burnt offerings. ഇത് കൊള്ളാലോ. ഇങ്ങനെ പണ്ടേ ഞങ്ങൾക്കൊരു അതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പൊ പറയുന്ന പണ്ടേ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇത് ഞാൻ ഈ പാർട്ടി അല്ലേ ഈ ചെറുക്കനെ കൊണ്ട് കെട്ടി കത്തിക്കാനാ വന്നല്ലേ, ഞങ്ങൾ സമ്മതിക്കുകയില്ല, ഞങ്ങളുടെ പേരിലും കൂടെ പ്രശ്നമാകും, മകനെ കൊല്ലുന്ന അപ്പനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാ, ഇത് നടക്കുകയില്ലെന്ന് പറഞ്ഞ് അബ്രഹാമിനെ വേണേ അവരെന്ത് ചെയ്യും, പിടിച്ചു കെട്ടും. Otherwise, if he had taken wrong against them, and they might have opposed what the sacrifices he would have done. അങ്ങനെ അബ്രഹാമിന്റെ ആരാധന മുടക്കുന്നവരുടെ ആരാധന ദൈവത്തിന് വേണ്ടെന്ന് അബ്രഹാമിന് അറിയാവുന്നത് കൊണ്ട് ഈ ആരാധന ദൈവത്തിന്റെ ജനത്തിന്റെ മാത്രമാണെന്ന് മനസ്സിലായതുകൊണ്ട് അബ്രഹാം അവരോട് പറഞ്ഞു, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം. Because he knew that if they take him along for the service, then they will oppose the sacrifice. That's why he's saying, abide here with the ass, and I and the lad will go yonder and worship. ആറാം വാക്യം, Verse 6. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറക് എടുത്ത് തന്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു, തീയും കത്തിയും താനെടുത്തു, ഇരുവരും ഒന്നിച്ചു നടന്നു. And Abraham took the wood of the burnt offering and laid it upon Isaac his son, and he took the fire in his hand and a knife, and they went both of them together. ഇസഹാക്ക് ചുമക്കേണ്ടത് ഇസഹാക്ക് തന്നെ ചുമക്കണം. Whatever is that Isaac has to go, he has to bear them. അബ്രഹാം ചുമക്കേണ്ടത് അബ്രഹാം തന്നെ ചുമക്കണം. Whatever things Abraham has to take, he has to bear. പണ്ടൊക്കെ ഇപ്പൊ ഒന്നുമല്ല, ഇപ്പൊക്കെ എല്ലാവർക്കും നല്ല ബാഗും ഒക്കെ ഉണ്ട്. പണ്ടൊക്കെ ഈ ബാഗൊന്നുമില്ല, ബൈബിളൊക്കെ കൈ പിടിച്ചോണ്ടാ പോവുക. Nowadays we don't have these bags and everything to carry everything, but in the olden days we used to take it in our own hands. അപ്പൊ ഒരു സഹോദരനും സഹോദരിയും പിള്ളേരും കൂടെ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങുക രാവിലെ ഞായറാഴ്ച.
there's a brother, sister, and the children is going to worship in the morning, Sunday morning. പുള്ളി പറഞ്ഞടി നീ വന്നേരെ ഞാൻ അങ്ങോട്ട് പോവുക. He's saying that why you come afterwards, I am going there. എന്നിട്ട് തൊട്ടടുത്ത് പറയും എന്റെ വേദപുസ്തകം കൂടി എടുത്തോണം കേട്ടോ. And he will also say that he carry my own my Bible as well. അങ്ങനെ പുള്ളി മുമ്പേ പോകും. He is going ahead. പിന്നെ ചിലർ വേറെ രീതിയിൽ പറയും നീ നടന്നോ ഞാൻ വന്നേക്കാം. Sometimes other people say that you go further, I'll come. എന്നാൽ വേദപുസ്തകം ഞങ്ങളുടെ മുഴുവൻ പുള്ളിക്കാരത്തിക്കാം. He will carry all the Bibles and all things. പുള്ളിക്കാരത്തി പിള്ളേരുടെ കാര്യം നോക്കി ആടിനും വെള്ളം കൊടുത്ത് പശുവിനും പുല്ലിട്ട് കൊടുത്ത് ഉച്ചക്കത്തെ ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിച്ച് വന്നപ്പോഴത്തേക്ക് താമസിച്ചു പോയി. അപ്പൊ സങ്കീർത്തനമാരുടെ സമയം വാക്യം പ്രതിവാക്യമായിട്ട് ഞാനും ജോൺസൺ ബ്രദർ വന്ന് ഓർത്താൽ മതി. ജോൺസൺ ബ്രദറിന്റെ ബൈബിൾ ഉണ്ട്, എന്റെ ബൈബിൾ ഇല്ല. ഞാൻ മനസ്സമ്മയോട് പറഞ്ഞിട്ട് കൊണ്ടുവന്നേക്കാം. Think about that. Me and Johnson brother has the Bible and I don't have, and I am asking my wife to carry. അപ്പൊ ജോൺസൺ ബ്രദർ വായിക്കുന്നുണ്ട്. Johnson is വാക്യം പ്രതിവാക്യമായി വായിക്കാൻ എന്റെ കയ്യിലില്ല. Reading Psalms responsibly, and I don't have Bible. അപ്പൊ ഞാൻ പുള്ളിയുടെ ബൈബിളിലേക്ക് എത്തി നോക്കുവാണ്. And I am just picking up on his Bible. ബാക്കിയുള്ളവരൊക്കെ എന്നെ എത്തി നോക്കുവാണ്. ഈ സമയത്ത് ആള് പുള്ളിക്കാരത്തി കയറി വരുന്നത് എന്റെ ഭാര്യയുടെ ഒരു വത്സമ്മാനം നിങ്ങൾ എന്തെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് ചോദിക്കുന്നത് അവള് വാ വിളിക്കും കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ വത്സമ്മ രണ്ട് ബൈബിളും ഒക്കെ എടുത്ത് ഹോളിലേക്ക് കയറി വരുവാ. ഓ എനിക്ക് സമാധാനമായി, ഞാൻ പെട്ടെന്ന് വത്സമ്മ എന്റെ ഷൂ കേട്ടില്ല, പക്ഷെ ബാക്കിയുള്ളവർ മുഴുവൻ കേട്ടു. ആ പാവ എല്ലാ പണിയും കഴിഞ്ഞ ഈ രണ്ട് വേദപുസ്തകം ചോദിച്ചു കർത്താവെ വേഗം വരണേ എന്ന് പറഞ്ഞ ഈ ചുമട് നിൽക്കുമല്ലോ വന്ന് കയറിയത്. സഹോദരൻ കൊണ്ടുവരേണ്ടത് സഹോദരൻ തന്നെ കൊണ്ടുവരണം. സഹോദരി കൊണ്ടുവരേണ്ടത് സഹോദരി തന്നെ കൊണ്ടുവരണം. കുഞ്ഞുങ്ങൾ ചുമക്കേണ്ടത് കുഞ്ഞുങ്ങൾ തന്നെ ചുമക്കണം. ഒരു കെട്ട് പുസ്തകവും ചുമന്നിട്ട് കോളേജിലേക്ക് സ്കൂളിലേക്ക് പോലും ഒരു മടിയില്ല. ഇതെല്ലാം പറഞ്ഞ പ്രശ്നമാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഈ കുഞ്ഞു പിള്ളേര് പോലും ഇപ്പം ബൈബിള് കൊണ്ടുവരുന്ന സമയത്ത് മൊബൈലും കൊണ്ട് മാത്രമാണ് വരുന്നത്. ഇതെല്ലാം കൂടെ പറയുമ്പോ എന്നോട് പെടങ്ങരുത്, ഞാനത് പറയുക. നിങ്ങൾ ഒരു മൊബൈലും പിടിച്ച് പിള്ളേരെ ഒന്ന് പഠിക്കുന്ന എൻട്രൻസിനൊക്കെ ഒന്ന് വിട്ടു നോക്കി. You see about the children who is going to the studying for the entrance exams. അവരോട് ഇറക്കി വിടും. They will if they reach it like this, they will throw them out. ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് പ്രിയ ദൈവമക്കളെ, നമ്മെ കർത്താവ് ഏൽപ്പിച്ച് നിയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ നാം ഓരോരുത്തർക്കും ചെയ്യാനുള്ള ബാധ്യത നമ്മളിൽ നിക്ഷിപ്തമാണ്. We are to do all the responsibilities that God has laid upon each one of us. തന്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വിറകെടുത്തു വെച്ചു. He took the word of the burnt offering and laid it upon Isaac. തീയും കത്തിയും അബ്രഹാം എടുത്തു. He took the fire and the sand and knife. എന്നിട്ട് ഇരുവരും ഒരുമിച്ച് നടന്നു. Both of them went together. രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോവുകയാണ് ആരാധനയ്ക്ക്. They are going together for the worship. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം എന്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. This time about Joshua chapter 24 and verse 15. ഞാനും എന്റെ കുടുംബവുമോ but me and my house will serve the Lord. ആ ദേശത്തൊന്നും ദൈവത്തെ സേവിക്കാത്ത ആൾക്കാരാണ് ഉള്ളത് യോശുവ ഇത് പറയുമ്പോൾ. When Joshua said like this, there was among his men at that time they were not worshiping the ജീവനുള്ള ദൈവത്തെ അറിയാത്ത സമൂഹമാണ് അവിടെ ഉള്ളത്. The people there over there, they do not know the true Father. അവരൊക്കെ അപമാനിക്കുന്ന കൂട്ടരാണ്. They were the ones who was mocking God. അവരൊക്കെ ദൈവജനത്തെ അവഹേളിക്കുന്നവരാണ്. They were mocking the God's people. ഈ ദൈവത്തെ സേവിക്കുന്നത് വലിയ തിന്മയാണെന്ന് കരുതുന്ന ആൾക്കാരാണ്. They may think that those who serve the Lord is kind of a block to the society. അങ്ങനെയുള്ളവരുടെ നടുവിൽ കൂടെ യോശുവയും കുടുംബവും പോവുകയാണ്. എന്റെ ഭാഷയെ പറഞ്ഞ കറുത്ത പുസ്തകം കൈ പിടിച്ചോണ്ട്.
during that time, he is carrying the Bible and going. നാട്ടുകാരെന്ത് വിചാരിച്ചാലും വേണ്ടില്ല. He is not thinking that whatever the society is thinking, he will not consider that. സമൂഹം എന്ത് മോശമായി എന്നെ ചിത്രീകരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. How much how they portray me, I do not think of that. ഞാനും എന്റെ കുടുംബവുമോ But as for me and my house, ഞങ്ങൾ യഹോവയെ സേവിക്കും. we will serve the Lord. ഇതാ ഇവിടെ അബ്രഹാമും മോനും കൂടെ ഒന്നിച്ച് നടക്കുകയാണ്. Here we see the Abraham and his son Isaac is walking together. പല കാര്യങ്ങളും മകൻ അബ്രഹാമിനോട് പറയുന്നുണ്ടാകും. Many things child might have asked Abraham. അപ്പൻ അതിനൊക്കെ മറുപടി പറയുന്നുണ്ടാകും. Father might have said response to what answers to all his query. ഞാൻ ഇന്ന് ആ ബ്രദറിന്റെ കാറിലാണ് വന്നത്. I came in the car along with Steve. പുറകില് വല്യപ്പനും കൊച്ചുമോനും ഇരിപ്പുണ്ട്. His father and his son is sitting. അവരെന്തൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. Whatever they are saying, I don't know. പക്ഷെ കൊച്ചുമോനും അപ്പച്ചനും കൂടെ അതിന്റെ പുറകിൽ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയും പറയുകയും ചെയ്തോണ്ടിരിക്കുക. Grandfather and son, they are talking and they are conversing with each other. He did not rebuke his son. കുറെ നേരമായിരുന്നു നീ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണോ? കൊച്ചു ചോദിക്കുന്നതിലൊക്കെ മറുപടി പറയും. He is responding to all the questions that have been asked by the grandson. ചില പിള്ളേർക്ക് ഇങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല. ഇപ്പൊ Children is not like മുമ്പോട്ട് പോകട്ടെ. ഇരുവരും ഒന്നിച്ച് നടന്നു. Going forward, they walk together. 7-ാം വാക്യം. അപ്പോൾ ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് എന്താകുന്നു മകനെ എന്ന് ചോദിച്ചു. എന്തൊരു മാധുര്യത്തോടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നല്ലേ. Look around here in verse 7, and Isaac spake unto Abraham his father and he said, my father, and he said, here are my son. മോന്റെ ഒരു സംശയം ഇനി അവിടെ ചോദിക്കുക 7-ാം വാക്യത്തിൽ. We see that there's a question being asked by the son. തീയും കത്തിയുണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ അപ്പാ? Behold, the fire on the wood, but where is the lamb for burnt offering? അപ്പൻ ഇതിനു മുമ്പ് ആരാധിച്ചിട്ടുള്ള ഞാൻ എത്ര കണ്ടതാണ്. I have seen that you worship the Lord for sacrifice many times. അപ്പന്റെ കൂടെ ഞാൻ നേരെ ആരാധനയ്ക്ക് വന്നിട്ടുള്ളതാണ്. Many times I have been also along with you. ഇപ്പോഴത്തെ പല പിള്ളേരുടെയും കൂടെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. Just remember this thing of it, those who are right now also in the Lord. എന്റെ അപ്പൻ സേവിക്കുന്ന ദൈവത്തെ ഞാനും സേവിച്ചിട്ടുള്ളതല്ലേ. I am also serving the same God who my father served. ഇങ്ങനെയാ മോനെ ആരാധന എന്നൊക്കെ അപ്പൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതല്ലേ. My father has taught me that this is how the worship service should be. എന്നാൽ അതിപ്രാധാന്യം അർഹിക്കുന്ന ആത്മീക വിഷയത്തിൽ ഒരു കാര്യത്തിന് എവിടെയോ ഒരു അപാകത സംഭവിച്ചതായിട്ട് ഞാൻ കാണുന്നു. ആട്ടിൻകുട്ടിയില്ല. We see that there is a lamb for the burnt offering is not here. അതെവിടെ അപ്പാ? But where is it? നമ്മുടെ പിള്ളേർക്കൊക്കെ പലർക്കും ഇന്ന് ആരാധനയിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ ആരാധനയ്ക്ക് തന്നെ പോകുന്നത് പാടുപെട്ട. If we ask the children nowadays what are all things constitute worship, even if they find it difficult to even go to worship. ഇന്നലെ ഞാനും എന്റെ സ്റ്റീവ് ബ്രദറും വേറൊരു സഹോദരിയും കൂടി ഇരുന്ന് സംസാരിച്ചപ്പോൾ രണ്ട് പെൺകുഞ്ഞുങ്ങളോട് ആ സഹോദരി സംസാരിച്ചു, പിള്ളേരെ ആരാധനയ്ക്ക് പോകണ്ടേ. ഹൈദരാബാദിലുള്ളതാ, പിള്ളേരെ ആരാധനയ്ക്ക് പോകണ്ടേ. എന്നാലും ആ പിള്ളേർ പറഞ്ഞത് പിന്നെ ആകെ 2 സെക്കൻഡ് ഹാഫിലെ ഒരു മാസത്തേ ഉള്ളൂ. So when I was conversing with the Stevie and they were asking the children to we need to go to the church, and the children were saying there's only 2 seconds and അന്നേ ഒരിച്ചിരി വിശ്രമമുള്ളൂ. Saturday is the time when we have. പിന്നെ ആകെ കിട്ടുന്നത് ഒരു ഞായറാഴ്ചയാണ്. Then we have only Sunday. അന്നെങ്കിലും ഒന്ന് ഉറങ്ങണ്ടേ ആക്കി. So at least we should sleep at that day. ഉറങ്ങാനുള്ള ദിവസം, വിശ്രമിക്കാനുള്ള ദിവസമായി അനേകര് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ആരാധനാ ദിവസമാണ്. Many people have taken this day as a day of rest. ആരാധനയ്ക്ക് സമയമില്ല. They do not have time for worship. പ്രാർത്ഥനാ മീറ്റിംഗിന് സമയമില്ല. They do not have time for the prayer meetings. ബൈബിൾ ക്ലാസ്സിന് സമയമില്ല. They don't have the time for Bible class. വന്നില്ലേ വന്നില്ല. It's like if they come and otherwise they will not. എന്റെ പ്രിയപ്പെട്ടവരെ ഓർക്കണമേ, ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയാണെന്നും ആരാധനയ്ക്ക് എന്തൊക്കെ വേണമെന്നും അബ്രഹാം തന്റെ മകന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. Abraham might have definitely made his son taught that what is worship and what constitutes worship. അബ്രഹാം മറുപടി പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളും മകനെ. And we read here Abraham is providing the reason and the answer, my son God will provide. ഞാൻ സമയം തീരാറായി, ഞാൻ അവസാനിപ്പിക്കണമല്ലോ. Go further. 8-ാം വാക്യത്തിൽ വായിക്കും, ദൈവം ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും മകനെ, നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. My
my son. God will provide him a lamb for a burnt offering, so they went together. ഒൻപതാം വാക്യം ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. Verse 9, and came to the place which God had told him of. അബ്രഹാം ഒരു യാഗപീഠം പണിതു. He built an altar there. വിറക് അടുക്കി. And they laid wood in order. തന്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മേൽ കിടത്തി. And bound his son Isaac and laid him on the altar upon the wood. ഇപ്പൊ മോൻ ചോദിക്കുക, Now the son is asking. ഇത് എന്റെ ചിന്തയല്ല. തിരുവനന്തപുരത്തുള്ള ജോർജ് സി വർഗീസ് അങ്കിൾ ഒരു പ്രാവശ്യം നമ്മുടെ YMFന്റെ ഒരു മാസിക ഉണ്ടല്ലോ, നമ്മുടെ ജോർജ് സഹോദരൻ അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് എഴുതുന്നതാണ്. ജോർജ് സി വർഗീസ് എഴുതിയ ഒരു വാക്ക് കൂടെ ഞാൻ ചേർത്ത് പറയാ. ഇതേ കെട്ടി കിടത്തി കഴിഞ്ഞിട്ട് ഈ മോൻ ചോദിച്ചു, അപ്പാ നിന്റെ പ്രിയപ്പെട്ട മോനല്ലേ ഞാൻ? This some school authority is coming like this, that he might have answered that after bounding his son in the altar. ഏകദേശം 100 വയസ്സുള്ളപ്പോഴല്ലേ നിനക്ക് എന്നെ കിട്ടിയത്? I am your favorite son, and after you, you have got you after almost 100 years. ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അമ്മയോട് പറഞ്ഞിട്ടില്ല. I didn't say this anything to my mom. നിനക്ക് എന്നെ വേണ്ടേ? You do not need me. നീ എന്നെ കെട്ടി ഇവിടെ കിടത്തിയിരിക്കുന്നത്? You bound me like this, and you have put me in this altar. എന്നെ കൊല്ലാനാ കൊണ്ടുവന്നല്ലേ? You intend to kill me? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. Remember this instance. അവന്റെ ഹൃദയം വല്ലാതെ നൊമ്പരപ്പെട്ടു. Definitely his heart might have been in that. എന്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുക. He knew that his life. ഇനി എനിക്ക് മുൻപോട്ട് ജീവിതമില്ല. There would not be no life. എന്നിട്ട് അപ്പം പറയാ, ദൈവം കരുതിക്കോളും മോനെ ആട്ടിൻകുട്ടിയെന്ന്. Now Abraham is responding that God will provide the നിന്റെ ദൈവത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്തതല്ലേ? So we cannot rely on God. ഞാനാണോ ഈ ആട്ടിൻകുട്ടി? Am I the sacrifice for the altar? ഇതിന് നല്ലത് ഞാൻ ജനിച്ചപ്പോഴേ എന്നെ കൊന്നു കളഞ്ഞാൽ മതിയായിരുന്നു. It's better that I be killed before even I was born. ഞാൻ ചിന്തിക്കുന്നവൻ കൂടെ കരഞ്ഞു കാണും. He might have definitely cried. അബ്രഹാം അനങ്ങിയില്ല. Abraham did not move. അബ്രഹാം കത്തി എടുത്തു. He raised his knife. അവനെ വെട്ടാൻ വേണ്ടി നോക്കിയപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതന്റെ അരുളപ്പാടുണ്ടായി. The knife was raised, and now there the angel of the Lord ordered him. ബാലന്റെ മേൽ കൈവെക്കരുത്. He said that lay not thy hand upon the lad. ദൈവം ഒരു ആട്ടിൻകുട്ടിയെ കാണിച്ചു. So God has shown him lamb. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. Let me close. അബ്രഹാം മകനോട് പറഞ്ഞത്, ദൈവം എന്ത് ചെയ്തോളൂ? Abraham said to his son, God will കരുതിക്കൊള്ളുമെന്നാ പറഞ്ഞിരിക്കുന്നത്. provide. താഴെ 2 യുവാക്കളോട് പറഞ്ഞേച്ചു പോന്നിട്ടുണ്ട്, ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ചെന്ത് ചെയ്യും, മടങ്ങി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. He said unto his young men there, abide ye here with the ass, and I and the lad will go to worship and come back to you. അപ്പോഴൊക്കെ അബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത്, ഈ മകനെ ഞാൻ യാഗപീഠത്തിന്റെ മേൽ കിടത്തി തീ കത്തിച്ച് വെട്ടി അറുത്ത് ഇവനെ ദഹിപ്പിച്ച് ദൈവത്തിന് സൗരഭ്യവാസനയായ ഹോമയാഗമാക്കി തീർത്താലും ഈ ഇസഹാക്കില്ലാതെ ഞാൻ ഈ മരണമുഖത്തിൽ നിന്ന് താഴോട്ടിറങ്ങില്ല. So he might have thought that even though he would have sacrificed his son and offered him as a sweet savor to the Lord, I will not go back. ഇതുപോലെ ഇസഹാക്കിനെ പോരാ. It's not like this example for Isaac. ദൈവമേ, ഇതുപോലെ ഇസഹാക്കിനെ കൊണ്ട് ഞാൻ ഇറങ്ങിയതാ. I will not take a second of Isaac with me. ഈ ഇസഹാക്കിനെ തന്നെ വേണം. He wants Isaac only. ഞാൻ സാറയോട് പറഞ്ഞിട്ടില്ല, I did not say to my wife Sarah, എനിക്ക് 100 വയസ്സുള്ളവനും എന്റെ ഭാര്യയായ സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ശക്തിപ്പെട്ടുവെന്ന് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. we read that in Romans that even though I was 100 years old, my 4-ാം അധ്യായത്തോട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. read that chapter 4. അങ്ങനെ വിശ്വാസം എടുക്കണ്ട, ബ്രദറെ, സമയം തീർന്നത് കൊണ്ട് ഞാൻ പറയുക. അങ്ങനെ വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത് വിശ്വാസത്തിന് വേണ്ടി നിലനിന്ന അബ്രഹാമിന്റെ ഹൃദയത്തിലെ വിശ്വാസം ഈ ഇസഹാക്ക് ഇവനെ തന്നെ ഇല്ലാതെ ഞാൻ താഴേക്ക് ഇറങ്ങി പോവില്ല. Abraham had this faith of carrying along with his son Isaac because he had that great belief and faith in God. ഇസഹാക്കിനെ അർത്തോ? Did he offer his son Isaac? ഇസഹാക്കിനെ അർപ്പിച്ചോ? അതാ കുറച്ചുകൂടെ നല്ലത് ചോദിക്കുന്നത്. Did he offer his son? അർപ്പിച്ചെന്ന് തോന്നുന്നോ ഇല്ലെന്ന് തോന്നുന്നോ? Did he or not? അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, Verse 16 is written that it is mentioned like this. നീ ഈ കാര്യം ചെയ്ത് നിന്റെ
ഏകജാതനായ മകനെ തരാൻ മടിക്കായതുകൊണ്ട് അപ്പൊ മകനെ എന്ത് ചെയ്തു? കൊടുത്തു. Read the later part. Because thou hast done this thing. ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് നോക്കണമേ. Just a few verses. ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെ. ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. Chapter 11 and verses 17 to 19. By faith Abraham, when he was tried, offered up Isaac, and that he had received from the promises offered of his only begotten son, of whom it was said that in Isaac shall thy seed be called, according that God was able to raise him up even from the dead, from whence also he received him in a figure. അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ മലയാളത്തിൽ കൂടെ വായിക്കാം. 17-ാം വാക്യം, വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. When we read that he was tried and offered up Isaac. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ തന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. And that he had received the promises offered of his only begotten son. 19-ാം വാക്യം, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ ദൈവം ശക്തനും എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. Verse 19, according that God was able to raise him up even from the dead, from whence also he received him as a figure. ദൈവത്തിന് അർപ്പിച്ചിട്ട് ഇപ്പൊ തിരികെ പ്രാപിച്ച സന്തോഷത്തിൽ നിൽക്കുകയാണ്. He is standing there in the joy of offering the offering. അർപ്പിച്ചാൽ മാത്രമേ തിരികെ പ്രാപിക്കാൻ കഴിയൂ. If you offer, then only you will receive. ഒരു വാക്യം കൂടെ വായിക്കാം. യാക്കോബിന്റെ ലേഖനം 2:21. സമയം തീർന്ന് ഞാൻ നിർത്തുകയാണ്. യാക്കോബ് 2:21. James chapter 2 and verse 29. 21. Seest thou hath faith wrought with his works, and by works was faith made perfect. നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്? Was not Abraham our father justified by works when he had offered Isaac his son upon the altar? അപ്പൊ അർപ്പിച്ചിട്ടാണ് എന്ത് ചെയ്തത്? താൻ നിൽക്കുന്നത് അത് ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരണമായി. Now he has offered Isaac upon the altar. Now it's accounted to him justified by works. ദൈവം തന്നതിനെ ദൈവത്തിന് കൊടുത്തു. But God has given has returned back. ഇപ്പൊ നിൽക്കുന്ന ഇസഹാക്ക് ഏതാണെന്നറിയാവോ? We read now what this Isaac who is now what is he right now? പഴയ ഇസഹാക്ക് അല്ല. It's not the old Isaac. എന്താണെന്നറിയാം ഞാൻ പറയാൻ കാരണം? Why I am saying like that? ഇസഹാക്ക് കുറച്ചു നേരത്തെ മുമ്പേ അപ്പ നീ എന്നെ ജനിച്ചപ്പോഴേ കൊന്നാ മതിയായിരുന്നു പോലും പറഞ്ഞിട്ടുണ്ടാകാം. He might have said that before even I was born, he might have killed me. ഇപ്പം കൊമ്പ് കുലുക്കപ്പെട്ട ഒരു ആട്ടിൻകുട്ടിയെ കിട്ടി. ആ ആട്ടിൻകുട്ടിയെ യാഗമർപ്പിച്ചു. ഈ യാഗപീഠത്തിൽ നിന്ന് ഇസഹാക്കിനെ കെട്ടൊക്കെ അടിച്ച് പുറത്തിറങ്ങി നിർത്തിയിരിക്കുക. നിങ്ങളത് ഭാവനയിലൊന്ന് കാണണം. Just think about like how Abraham looked, and because he found a ram caught in a thicket by his thorn, and how he is untied the son, and how he sacrifices this lamb instead. ഇച്ചിരി മുമ്പേ എന്റെ അപ്പൻ പറഞ്ഞതാ, ദൈവം ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മോനെന്ന്. Just before that, Abraham is saying that God will provide. എനിക്കത് മനസ്സിലായില്ലായിരുന്നു. I didn't understand about that. എന്റെ അപ്പനെ ഞാൻ ഒത്തിരി കുറ്റം പറഞ്ഞു. I might have said many things. എന്റെ അപ്പൻ സേവിക്കുന്ന ദൈവം ശരിയല്ലെന്ന് പോലും ഞാൻ എന്റെ മനസ്സിൽ കരുതി. I might have thought myself that the God who my father said is not the right God. എന്നാ ഒന്നുകൂടെ പറയട്ടെ, എന്റെ അപ്പൻ സേവിക്കുന്ന ദൈവമാണ് ജീവനുള്ള ദൈവമെന്ന് ഹല്ലേലൂയ പാടി അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. Definitely might have thanked and praised God because the God of Abraham or his father is the right God. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. Because by saying three things. ഒന്നാമത്തെ കാര്യം അബ്രഹാമിന്റെ വിശ്വാസം. First thing is that the faith of Abraham. രണ്ടാമത്തെ കാര്യം വിശ്വാസത്തിൽ നിന്നുളവായ അനുസരണം. The obedience that came out of that faith. മൂന്നാമത്തെ കാര്യം അനുസരണത്തിൽ നിന്നുണ്ടായ പ്രവൃത്തി. And the works that came out of the obedience. അപ്പോൾ വിശ്വസിക്കുന്നുവെങ്കിൽ അനുസരിച്ചേ മതിയാവൂ. If you have faith, then you should obey. അനുസരിക്കുന്നു പറഞ്ഞാൽ പോരാ, അനുസരണം പ്രവൃത്തി പദത്തിൽ എത്തിക്കണം. Not just only saying that you obey, you should put that into action. നമ്മൾ വായിക്കുന്ന വിശ്വാസികളുടെ പിതാവെന്ന് അബ്രഹാമിനെ കുറിച്ച്. We read that Abraham is the father of faith. വിശ്വാസത്തിന്റെ പിതാവെന്നാണ് അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്നത്. We read about Abraham as he is the father of faith. അപ്പോൾ നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു എന്ന് പരിശോധിക്കണം. We should also investigate how is our faith. നമ്മുടെ വിശ്വാസം ക്ഷീണം വരുമ്പോൾ പിതാവിന് അതിന്റെ അപമാനം. So God will definitely will not get honor if our faith lingers. അബ്രഹാമിനല്ല അപമാനം,
not like Abraham and നമ്മുടെ സ്വർഗീയ പിതാവിനെയാണ് അതിലൂടെ നാം അപമാനിക്കുന്നത്. we are dishonoring our Almighty God. പ്രതിസന്ധിയുടെ നടുവിൽ, in the midst of troubles, കണ്ണുനീരിന്റെ നടുവിൽ, in the midst of sorrow, കഷ്ടങ്ങളുടെ നടുവിൽ, in the midst of troubles, നിരാശയുടെ നടുവിൽ, in the midst of in the sorrow, വേദനയുടെ നടുവിൽ, in the midst of pain, എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ, when everyone comes against me, എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ, everyone accuse me, എല്ലാവരും വെടക്കുന്നിൽ തള്ളുമ്പോൾ, everyone rejects me, എനിക്ക് ആരുമില്ലെന്ന് തോന്നുമ്പോൾ, I think that I do not have anything, എല്ലാം കൈവിട്ടു പോയല്ലോ ഓർക്കുമ്പോൾ, I think that everything has been lost, കണ്ണുനീരല്ലാതെ ജീവിതത്തിന്റെ മുൻപിൽ ഒന്നുമില്ല എന്ന് ഓർത്ത് നെടുവീർപ്പിട്ട് നാളുകളായി കരയുമ്പോൾ, when I am weeping all day during this time, നമുക്കും പറയാൻ കഴിയണം, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കാൻ കഴിവുള്ള, ഞാൻ വിശ്വസിച്ച, മരിച്ചവര് ജീവൻ കൊടുക്കുന്ന, ഞാൻ വിശ്വസിക്ക എന്റെ ദൈവത്തിന് എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. We should also say that our God can do wonders in our life because I believe in this mighty God. ഈ ദൈവത്തിൽ വിശ്വസിക്കുവാൻ, ആശ്രയിക്കുവാൻ, ആശ വെക്കുവാൻ, ജീവിക്കുവാൻ കൃപ ലഭിച്ചത് ഓർത്ത് നമുക്ക് അവനെ സ്തുതിക്കാം. Thank and praise God that we also have this privilege to hope in this great God. പ്രതിസന്ധിയുടെ നടുവിൽ തളർന്നു പോകാതെ നമുക്ക് മുൻപോട്ട് പോകാം. Let us not go back during the times of troubles. അബ്രഹാമിന്റെ ജീവിതം നമുക്കൊരു വെല്ലുവിളിയായി തീരട്ടെ, ഒരു ചലഞ്ചായി തീരട്ടെ. Let this be a challenge to each one of us from the story of Abraham. വരുന്ന ആളുകളിൽ ദൈവമുഖത്ത് നോക്കി നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാം. Let us look unto the Lord and move ahead. ഒരിക്കൽ കൂടി അവസരം നൽകിയ, ഇത് പരിഭാഷപ്പെടുത്തിയ സഹോദരനോടും ഈ സഭയോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. Once I would like to thank the responsible members of this church for giving this opportunity. May the name of God be glorified. Thank you.